സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം നടന്ന ബോട്ട് ലാസ്കർ എന്ന പരീക്ഷയുടെ PSCയുടെ ഫൈനൽ ആൻസർ കീ ആണ്. ഇനി വരുന്ന LDC, ബാങ്ക് OA, 10th പ്രിലിമിനറി എക്സാം, LGS പരീക്ഷകൾക്കെല്ലാം തയ്യാറെടുക്കുന്നവർ മുഴുവൻ ക്വസ്റ്റ്യൻസും കാണുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 GK ക്വസ്റ്റ്യൻസും 20 മാത്സ് ക്വസ്റ്റ്യൻസുമാണ് വരുന്നത്. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത്. എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്യുക. തന്നിരിക്കുന്നു സമ്മതത്തിനുള്ള അവകാശം, സ്വത്തവകാശം, സ്വാതന്ത്ര്യത്തിനായുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്, സ്വത്തവകാശമാണ്. അടുത്ത ചോദ്യം, 86ാം ഭരണഘടന ഭേദഗതി പ്രകാരം നിലവിൽ വന്ന നിയമം ഏതാണ്? 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്ന നിയമം ഓപ്ഷൻ സി ആണ് ഉത്തരം. വിദ്യാഭ്യാസ അവകാശ നിയമമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമമാണ് 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്ന നിയമം. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 86. അടുത്ത ചോദ്യം, ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനമാക്കി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? തന്നിരിക്കുന്നു, നമ്മുടെ ഭരണാധികാരികൾക്കുമേൽ ആർക്കും നിയന്ത്രണമില്ല. 18 തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായവ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 2, 3 എന്നിവ ശരിയാണ്. 2, 3. 18 തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ഇവ രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്തത്, പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം തെറ്റായ പ്രസ്താവന ഏത്? സംസ്ഥാനങ്ങളിൽ നിയമസഭകളുണ്ട്. പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും അധികാരത്തിൽ തുടരാനാവില്ല. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സംസ്ഥാനങ്ങളിൽ നിയമസഭകളുണ്ട്, ശരിയാണ്. പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും അധികാരത്തിൽ തുടരാനാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണ്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്, ശരിയാണ്. അടുത്ത ചോദ്യം, ശരിയായി യോജിപ്പിച്ചിരിക്കുന്ന ജോഡി ഏതാണ്? തന്നിരിക്കുന്നു, ശ്രീനാരായണ ഗുരു സമത്വ സമാജം, വൈകുണ്ഠസ്വാമി കേരള മുസ്ലിം ഐക്യസംഘം, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശരിയായിട്ട് യോജിപ്പിച്ചിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്നത് ഓപ്ഷൻ സി ആണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ശരിയായിട്ട് യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ആണെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായിട്ട് മാച്ച് ചെയ്യുന്നു. വൈകുണ്ഠസ്വാമി സമത്വ സമാജം, വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യ സംഘം. അടുത്തത്, വേദാധികാര നിരൂപണം എന്ന കൃതിയുടെ കർത്താവ്? വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം എന്നത്. ഏത് പ്രക്ഷോഭത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട്
കേരളത്തിലെത്തിയത്. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ എത്തിയത്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഓപ്ഷൻ സി ആണ്, ചമ്പാരൻ സത്യാഗ്രഹം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെട്ട വ്യക്തി, എന്നറിയപ്പെട്ടത് അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെട്ടത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ കാലക്രമത്തിലാക്കിയാൽ ശരിയ ഉത്തരം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1-3-2. ചൗരി ചൗര സംഭവം 1922, ദണ്ഡി യാത്ര 1930, വൈക്കം സത്യാഗ്രഹം 1924. ഉത്തരം വരുന്നത് ചൗരി ചൗര സംഭവം, വൈക്കം സത്യാഗ്രഹം, ദണ്ഡി യാത്ര. അടുത്ത ചോദ്യം, നിസ്സഹരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. നിസ്സഹരണ സമരം പൂർണ്ണമായിട്ടും നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത്. സ്ത്രീകൾ നേരിട്ട ചൂഷണങ്ങൾക്കും വിവേചനത്തിനും എതിരെ കേരളത്തിൽ നടന്ന ആദ്യകാല സമരങ്ങളിൽ ഉൾപ്പെട്ടത് ഏതാണ്? തന്നിരിക്കുന്നത് മലബാർ കലാപം, വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം, സവർണ ജാഥ എന്നിവയാണ്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, കല്ലുമാല സമരം. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചത്. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായിട്ട് പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചത് വിഴിഞ്ഞം തുറമുഖത്തിനാണ്. 2024 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ വിജയിച്ച സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ മത്സരിച്ച മണ്ഡലം ഏതാണ്? സൂററ്റാണ്. 2024 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ വിജയിച്ച സ്ഥാനാർത്ഥിയായ മുകേഷ് ദലാൽ മത്സരിച്ച മണ്ഡലം ഏതാണ്? സൂററ്റ്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ഘടനയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 2005 ജനുവരി 1. അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളും ഉണ്ട്. 4 പാർട്ട് ടൈം അംഗങ്ങളും 2 അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടും. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുക. നീതി ആയോഗിന്റെ ഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 1, 2, 4 എന്നിവ ശരിയാണ്. 1 ശരിയാണ്, 2 ശരിയാണ്, 4 ശരിയാണ്. അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ശരിയാണ്. ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിര അംഗങ്ങളും ഉണ്ട്. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുക എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആര്? ഇന്ത്യയുടെ
ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? എം വിശ്വേശ്വരയ്യയാണ്. എം വിശ്വേശ്വരയ്യ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനുള്ള ലയനക്കരാർ തയ്യാറാക്കിയത് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്നാണ്. ലയനക്കരാർ അനുസരിച്ച് വിദേശകാര്യം, പ്രതിരോധം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല ജവഹർലാൽ നെഹ്റുവിന് ആയിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്നു. ശരി ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 മാത്രമാണ് ശരി. 1, 2 എന്നിവ ശരിയാണ്. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? സാമ്പത്തിക ആസൂത്രണം റഷ്യയിൽ നിന്നുമാണ്. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? റഷ്യ. പഞ്ചായത്തി രാജ്, നഗരപാലിക സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? പഞ്ചായത്തി രാജ്, നഗരപാലിക സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഓപ്ഷൻ സി ആണ്. 8ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 8ാം പഞ്ചവത്സര പദ്ധതി. മെയ് 1, 2022 നിയമിതനായ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. സുമൻ ബെറി. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജൂലൈ 1, 2024 ജൂലൈ 1, 2024. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമുദ്രമാണ്. ഉത്തര മഹാസമുദ്രമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർവാചൽ കുന്നുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെ? പൂർവാചൽ സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള കുന്നുകളാണിവ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു പ്രധാന തടാകമാണ് ദാൽ. പട്കായബും മീസോ കുന്നുകൾ എന്നിവ കാണപ്പെടുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 4. 1, 2, 4. അടുത്ത ചോദ്യം. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. ഇവ ഏത് കൃഷിക്കാണ് അനുയോജ്യം? കരേവാസ് ഏത് കൃഷിക്കാണ്? കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്കാണ് കരേവാസ് അനുയോജ്യം. അടുത്തത്. താഴെ കൊടുത്തിരിക്കുന്ന ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രം. നർമ്മദ, താപ്തി എന്നിവയാണ് ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ. നർമ്മദ, താപ്തി. അടുത്തത്. ഒറ്റപ്പെട്ടത് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നു കാരക്കോറം, സസ്കർ, ബനിഹാൾ, പീർപാഞ്ചൽ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബനിഹാൾ ആണ്. ബനിഹാൾ. കേരളത്തിൽ ഇടവപ്പാതി എന്നറിയപ്പെടുന്ന മൺസൂൺ കാലം ഏത്? ഇടവപ്പാതി എന്നറിയപ്പെടുന്ന മൺസൂൺ കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. കേരളത്തിൽ ഇടവപ്പാതി എന്നറിയപ്പെടുന്ന മൺസൂൺ കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. കായിക കേരളത്തിന്റെ പിതാവ്. കായിക കേരളത്തിന്റെ പിതാവ് ആരാണ്? ഗോദവർമ്മ രാജയാണ്. ഗോദവർമ്മ രാജ അല്ലെങ്കിൽ GV രാജയാണ് കായിക കേരളത്തിന്റെ പിതാവ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. NH 66 ആണ്. NH 66. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ജലവൈദ്യുത പദ്ധതികൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്നിവയാണ് തന്നിരിക്കുന്നു. എ. പെരിങ്ങൽകൂത്ത് എറണാകുളം, കുറ്റ്യാടി കോഴിക്കോട്, കല്ലട കൊല്ലം, ശെങ്കുളം ഇടുക്കി എന്നിവയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. പെരിങ്ങൽകൂത്ത് എറണാകുളം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റ്. പെരിങ്ങൽകൂത്ത് തൃശ്ശൂരാണ്. തൃശ്ശൂർ. കുറ്റ്യാടി കോഴിക്കോട് ശരിയാണ്. കല്ലട കൊല്ലം ശരിയാണ്. ശെങ്കുളം ഇടുക്കി ശരിയാണ്.
കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് ഉപ്പളാക്കായലാണ്. വടക്കേ അറ്റം ഉപ്പളാക്കായൽ. കേരളത്തിലെ ഏക കന്യാവനം ഏതാണ്? ഏക കന്യാവനം സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏക കന്യാവനം. ചിമ്മിണി വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? ചിമ്മിണി തൃശ്ശൂരാണ്. തൃശ്ശൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതി വിവരങ്ങൾ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേര്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതി വിവരങ്ങൾ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറാണ് സുലേഖ. സുലേഖ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല ഏറ്റവും ചെറിയത്. കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം? ഓപ്ഷൻ ഡി ആണ് ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമാണ് കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷനായി പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചത് ഏത് തുറമുഖത്തിനാണ്? വിഴിഞ്ഞം തുറമുഖത്തിനാണ്. വിഴിഞ്ഞം. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ തീം? 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ തീമാണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. കുടുംബശ്രീയുടെ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായി ബഡ് സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ ബി മുകുളം. കുടുംബശ്രീയുടെ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ബഡ് സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുകുളം. ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാര്? ഡെമോക്രസി. ഓപ്ഷൻ സി ആണ് ഹെറോഡോട്ടസ് ആണ്. ഹെറോഡോട്ടസ്. മഞ്ഞ് എന്ന നോവൽ എഴുതിയതാര്? മഞ്ഞ് MT വാസുദേവൻ നായർ. മഞ്ഞ് എന്ന നോവൽ എഴുതിയത് MT വാസുദേവൻ നായർ. അമൃത ഷെർഗിൽ ഏത് മേഖലയിൽ പ്രശസ്തയായ വ്യക്തിയാണ്? അമൃത ഷെർഗിൽ ചിത്രകലയാണ്. ചിത്രകല. അമൃത ഷെർഗിൽ ചിത്രകല. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ഏണസ്റ്റ് ബോർലോഗ് ആണ്. നോർമൻ ഏണസ്റ്റ് ബോർലോഗിന് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ഏണസ്റ്റ്. നോർമൻ ഏണസ്റ്റ് ബോർലോഗിന് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ശരിയാണ്. MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ശരിയാണ്. 2022 അന്തരിച്ച പ്രശസ്ത ഫുട്ബോൾ താരം പെലെ ഏത് രാജ്യക്കാരനാണ്? പെലെ. ഓപ്ഷൻ ബി ആണ് ബ്രസീൽ. ഗഗൻയാൻ മിഷനുമായി ബന്ധമില്ലാത്ത വ്യക്തി? ഗഗൻയാൻ മിഷനുമായിട്ട് ബന്ധം ഇല്ലാത്തത് തന്നിരിക്കുന്നത് R ഹട്ടൻ, പ്രശാന്ത് ബാലകൃഷ്ണൻ, VR ലളിതാംബിക, നിഗാർ ഷാജി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നിഗാർ ഷാജി. ജർമ്മൻകാരനായ ഫെറൈൻ ക്രൗസിന് ഏത് വിഭാഗത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ സി ഭൗതിക ശാസ്ത്രം. ജർമ്മൻകാരനായ ഫെറൈൻ ക്രൗസ്. 2022 നടന്ന ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. 2022 ഫുട്ബോൾ ലോകകപ്പ് കിരീടം അർജന്റീന നേടി. ഗോൾഡൻ ബൂട്ട് നേടിയത് ലയണൽ മെസ്സി ആയിരുന്നു. ഫൈനലിൽ അർജന്റീന ഫ്രാൻസിനെ തോൽപ്പിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നിവ ശരിയാണ്. 2022 ഫുട്ബോൾ ലോകകപ്പ് കിരീടം അർജന്റീന നേടി. ശരിയാണ്. ഫൈനലിൽ അർജന്റീന ഫ്രാൻസിനെ തോൽപ്പിച്ചു. ശരിയാണ്. ഗോൾഡൻ ബൂട്ട് നേടിയതാരാണ്? കിലിയൻ എംബാപ്പയാണ്. കിലിയൻ എംബാപ്പെ. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ആണവ നിലയങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ.
താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയാണ്. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടകയാണ്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശാണ്. കൽപ്പാക്കം തമിഴ്നാടാണ്. അടുത്ത ചോദ്യം. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് ആഹാരത്തിൽ നിന്നും പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. ഈ ഭാഗത്തിൻ്റെ പേര് വില്ലസ്ലുകൾ എന്നാണ്. എവിടെയാണ്? ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് ആഹാരത്തിൽ നിന്നും പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. ഈ ഭാഗത്തിൻ്റെ പേര് വില്ലസ്ലുകൾ. നിശാന്തത ഒരു അപര്യാപ്തത രോഗമാണ് എന്ന് പറയുന്നതിനുള്ള കാരണം എന്ത്? നിശാന്തത വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധനവും വിപണനവും അടിസ്ഥാനമാക്കി കൃഷി വകുപ്പ് ഓരോ വർഷവും സംഘടിപ്പിക്കുന്ന സംരംഭമാണ് വൈഗം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധനവും വിപണനവും അടിസ്ഥാനമാക്കി കൃഷി വകുപ്പ് ഓരോ വർഷവും സംഘടിപ്പിക്കുന്ന സംരംഭമാണ് വൈഗം. ഒരു മരത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ്. വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? മരത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ചെന്തരുണി വന്യജീവി സങ്കേതമാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. അടുത്ത ചോദ്യം. രക്തത്തിലെ ഓക്സിജൻ സംവഹന ശേഷി കുറയ്ക്കുന്ന ഏത് വാതകമാണ് വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് കാർബൺ മോണോക്സൈഡ്. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിക്കുന്നത് ആരാണ്? ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ KJ യേശുദാസ്. കേരളത്തിൽ ആദ്യമായി തക്കാളി ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത്? തക്കാളി ഗ്രാമം. ഓപ്ഷൻ ബി ആനാട് ഗ്രാമപഞ്ചായത്താണ്. ആനാട് ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് തക്കാളി ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വാതകം നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വാതകം നൈട്രജൻ. നീല ലിറ്റ്മസ് പേപ്പർ നാരങ്ങാനീരിൽ മുക്കുമ്പോൾ ചുവന്ന നിറമാകുന്നതിന് കാരണം? ഓപ്ഷൻ സി ആണ് ഉത്തരം. നാരങ്ങാനീരിന് ആസിഡിൻ്റെ സ്വഭാവമാണ്. നാരങ്ങാനീരിന് ആസിഡിൻ്റെ സ്വഭാവമാണ്. ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? സൗരോർജം വൈദ്യുതോർജ്ജമാക്കി മാറുകയാണ് ചെയ്യുന്നത്. സൗരോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. സൗരയൂഥത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലമാണ്. സൗരയൂഥത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ബലം ഗുരുത്വാകർഷണ ബലം. ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ ആദ്യം മിന്നൽ ദൃശ്യമാവുകയും തുടർന്ന് ഇടി ശബ്ദം കേൾക്കുകയും ചെയ്യുന്നതിന് കാരണം? ഓപ്ഷൻ എ ആണ്. പ്രകാശത്തിന് ശബ്ദത്തിനേക്കാൾ വേഗതയുണ്ട്. പ്രകാശത്തിന് ശബ്ദത്തിനേക്കാൾ വേഗതയുണ്ട്. അപ്പോൾ ആദ്യം മിന്നൽ വരുന്നു, അതിനുശേഷമാണ് നമുക്ക് ശബ്ദം കേൾക്കാനായിട്ട് കഴിയുന്നത്. അടുത്തത്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര്? കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യയിലെ ആദ്യ അക്ഷര നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ്? കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര നഗരം കോട്ടയം. ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ 10. ട്രോഫോളജി എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ട്രോഫോളജി പോഷണത്തെക്കുറിച്ചുള്ള പഠനമാണ് ട്രോഫോളജി. ട്രോഫോളജി എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പോഷണത്തെക്കുറിച്ചുള്ള പഠനം. ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങൾ: അന്നജം, കൈറ്റിൻ, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. അന്നജം, കൈറ്റിൻ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവയാണ് ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ എയ്ഡ്സിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? എയ്ഡ്സ് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല. ലൈംഗിക സ്രവങ്ങൾ വഴിയോ HIV അണുബാധയുള്ള രക്തം സ്വീകരിക്കുക വഴിയോ എയ്ഡ്സ് പകരാം.
എയ്ഡ്സ് ശരീരത്തിലെ വെളുത്ത രക്താണുക്കളെ ബാധിക്കുന്നു. എയ്ഡ്സ് സമ്പർക്കം വഴിയോ സ്പർശനം വഴിയോ പകരുന്ന രോഗമാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എയ്ഡ്സ് സമ്പർക്കം വഴിയോ സ്പർശനം വഴിയോ പകരുന്ന രോഗമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. എയ്ഡ്സ് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല, ശരിയാണ്. ലൈംഗിക സ്രവങ്ങൾ വഴിയോ HIV അണുബാധയുള്ള രക്തം സ്വീകരിക്കുക വഴിയോ എയ്ഡ്സ് പകരാം, ശരിയാണ്. എയ്ഡ്സ് ശരീരത്തിലെ വെളുത്ത രോഗാണുക്കളെ ബാധിക്കുന്നു, ശരിയാണ്. അർബുദ രോഗത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുന്ന ബോധവൽക്കരണ പദ്ധതി സ്വാസ്ഥ്യം. അർബുദ രോഗത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം. മലേറിയ രോഗത്തിന് കാരണമായ രോഗകാരി ഓപ്ഷൻ ബി ആണ്, പ്ലാസ്മോഡിയമാണ്. പ്ലാസ്മോഡിയം മലേറിയ. ഹൃദയത്തെ ക്യാൻസർ ബാധിക്കുന്നത് അപൂർവങ്ങളിൽ അത്യപൂർവമാണ്. കാരണം ഹൃദയകോശങ്ങളിൽ കോശവിഭജനം നടക്കാത്തത് കൊണ്ട്. ഹൃദയകോശങ്ങളിൽ കോശവിഭജനം നടക്കാത്തത് കൊണ്ട്. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ആരോഗ്യവും ഉറപ്പുവരുത്തുവാൻ സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സീതാലയം. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ്റെ സഹായത്തോടെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റിയതിനു ശേഷം ഏത് അവയവത്തിലാണ് സംഭരിക്കപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്, കരളിലാണ്. കോശത്തിൻ്റെ ഊർജ നാണയം എനർജി കറൻസി എന്നറിയപ്പെടുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്, ATP. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഊർജ നാണയം. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിച്ച മലയാള കവിയാണ് കുമാരനാശാൻ. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിച്ച മലയാള കവിയാണ് കുമാരനാശാൻ. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ്, കൊച്ചി. ആബേൽ പുരസ്കാരം ഏത് മേഖലയിലെ മികവിനാണ് നൽകുന്നത്? ഓപ്ഷൻ ബി ആണ്, ഗണിതമാണ്, ഗണിതം. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരി ആരാണ്? എഴുത്തുകാരി സുധാമൂർത്തിയാണ്, സുധാമൂർത്തി. ഇനി വരുന്ന 20 ചോദ്യങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. 81 ഓപ്ഷൻ എ. സ്വയം ചെയ്ത് നോക്കാം. 82ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 83 ഓപ്ഷൻ ഡി. 84 ഓപ്ഷൻ സി. 85 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. 86 ഓപ്ഷൻ ഡി ആണ്. 87 ഓപ്ഷൻ ബി ആണ്. 88ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. 89 ഓപ്ഷൻ എ. 90ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 91 ഓപ്ഷൻ ബി. 92 ഓപ്ഷൻ സി. 94 93 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 94ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 95 ഓപ്ഷൻ ബി. 96 ഓപ്ഷൻ എ. 97 ഓപ്ഷൻ ഡി. 98 ഓപ്ഷൻ എ. 99ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. അവസാനത്തെ ചോദ്യമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.